ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും. വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം. സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. താബോർ ധ്യാനകേന്ദ്രത്തിലെ ഉണർവിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവിൻ്റെ തിരുവചനങ്ങൾ ധ്യാനിച്ച് കർത്താവിൻ്റെ സൗഖ്യവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നമുക്കേവർക്കും സ്വന്തമാക്കാം. ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായം 38 മുതലുള്ള തിരുവചന ഭാഗം നമുക്ക് ധ്യാനിക്കാം. അവർ പോകുന്ന വഴി അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മർത്ത എന്നു പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്നു പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിങ്കലിരുന്നു. മർത്തായാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. അവൾ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, കർത്താവെ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കുവാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മർത്ത, മർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ ഈ തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയ്ക്ക് വളരെ സുപരിചിതമായ ഒരു കുടുംബം, മർത്തായുടെയും മറിയത്തിൻ്റെയും കുടുംബം. ആ ഭവനത്തിലേക്ക് യേശു കടന്നു ചെന്നു. ഈശോയെ വളരെ സന്തോഷത്തോടു കൂടെയാണ് മർത്ത സ്വീകരിച്ച് ഭവനത്തിലേക്ക് ആനയിച്ചത്. എന്നാൽ ഈശോയെ ഭവനത്തിലേക്ക് ആനയിച്ചതിന് ശേഷം അവൾ പലവിധ വ്യഗ്രചിന്തകളാൽ പലവിധത്തിലുള്ള ജോലികളിൽ മുഴുകി യേശുവിൻ്റെ അരികിലായിരിക്കുവാൻ അവൾക്ക് സാധിച്ചില്ല. എന്നാൽ ആ ഭവനത്തിലേക്ക് കടന്നു ചെന്ന യേശുവിൻ്റെ അരികിലേക്ക് ആ ഭവനത്തിൽ തന്നെ ഉണ്ടായിരുന്ന മറിയം, മർത്തായുടെ സഹോദരി, കടന്നു വരികയും യേശുവിൻ്റെ അരികിലിരുന്ന് ഈശോയോട് സംസാരിക്കുകയും ഈശോ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുകയും യേശുവിനെ ശുശ്രൂഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. സ്നേഹമുള്ളവരെ, ഏറെ സമയം കഴിഞ്ഞപ്പോൾ മർത്ത അസ്വസ്ഥയായി. മർത്ത അസ്വസ്ഥയായിട്ട് യേശുവിൻ്റെ അരികിൽ വന്ന് പറയുകയാണ്, എന്നെ ഈ ശുശ്രൂഷകൾക്കായിട്ട് ഈ ജോലികളെല്ലാം ചെയ്യാൻ എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ കാണുന്നില്ലേ? ശരിയായിരുന്നു, അവൾ ഏറെ ജോലികൾ ചെയ്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ക്ഷീണിച്ചിരുന്നു. പക്ഷേ യേശു മർത്തായോട് പറയുന്നത് ആശ്വാസവാക്കുകളല്ല. യേശു മർത്തായോട് ഇങ്ങനെയാണ് പറയുന്നത്, മർത്ത, മർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും വ്യാകുലചിത്തയുമായിരിക്കുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. സ്നേഹമുള്ളവരെ, പലപ്പോഴും മാനുഷിക ബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മർത്തായോട് അനുകൂലമായ ചില ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. കാരണം ആ ഭവനത്തിലുള്ള ജോലികളൊക്കെ ആരെങ്കിലും ചെയ്യണം, ചെയ്തേ പറ്റൂ. മർത്ത ആ ജോലികളൊക്കെ ചെയ്യുന്നു. ഒരുപക്ഷെ യേശുവിന് വേണ്ടി തന്നെ പല കാര്യങ്ങളും ഒരുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു എന്ന് വേണമെങ്കിലും നമുക്ക് കരുതാം. എങ്കിൽ പോലും ഈശോ മർത്തായെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്, മറിയത്തെ ശ്ലാഘിച്ച് സംസാരിക്കുകയുമാണ് ചെയ്തത്. ഈശോ ഒരു കാര്യം ചെയ്യുമ്പോൾ, നമ്മുടെ കർത്താവ് ഒരു കാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ ഒരു കാര്യമുണ്ടായിരിക്കും. ഈശോ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ ഈശോ എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടായിരിക്കും. അപ്പോൾ യേശു എന്തുകൊണ്ടാണ് മർത്തായെ കുറ്റപ്പെടുത്തിയത്, മറിയത്തെ ശ്ലാഘിച്ച് സംസാരിച്ചത്? അതേക്കുറിച്ച് നമ്മൾ കൂടുതൽ ആഴത്തിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന വലിയൊരു സത്യമുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ എന്തിനാണ് മുൻഗണന കൊടുത്ത് ജീവിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തിനാണ് മുൻഗണന കൊടുക്കുന്നത്? അത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ യേശു ആ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ
മുൻഗണന കൊടുക്കേണ്ടിയിരുന്ന കാര്യം ഈശോയ്ക്കായിരുന്നു. യേശുവിനോട് സംസാരിക്കുന്നതിനും യേശുവിൻ്റെ അരികിലിരിക്കുന്നതിനും യേശു പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നതിനുമായിരുന്നു മുൻഗണന കൊടുക്കേണ്ടിയിരുന്നത്. എന്നാൽ ആ മുൻഗണന കൊടുക്കുവാൻ മറിയത്തിനാണ് സാധിച്ചത്. മർത്താക്ക് അത് സാധിച്ചില്ല. മർത്ത മറ്റു പല വിധത്തിലുള്ള ജോലികളായിട്ട് വ്യഗ്രചിത്തയായിട്ട് നടക്കുകയാണ് ചെയ്തത്. അപ്പോൾ ജീവിതത്തിൽ ഞാൻ എന്തിനാണ് മുൻഗണന കൊടുക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും വിലയുള്ളതിന് മുൻഗണന കൊടുക്കുവാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ അത് ജീവിതത്തിൽ അബദ്ധമായി തീരും. സ്നേഹമുള്ളവരെ, ഒരു വ്യക്തി ജീവിതത്തിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാര്യത്തിന് മുൻഗണന കൊടുക്കുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നത്? ലോകത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ പലവിധ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്ത് ജീവിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. ചില മനുഷ്യരെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ അവർ ജോലി ചെയ്യാൻ വേണ്ടി മാത്രം ജീവിക്കുന്നു. ജോലിയാണ് അവരുടെ മുൻഗണന. ഓഫീസ് വിട്ടാൽ വീട്, വീട് വിട്ടാൽ ഓഫീസ്, എപ്പോഴും ആ ജോലിക്ക് മുൻഗണന കൊടുത്ത് ജീവിക്കുന്ന ചില മനുഷ്യരുണ്ട്. ചില മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണമാണ്, എപ്പോഴും പണത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. വീട്ടിൽ വന്നാലും പള്ളിയിൽ പോയാലും ജോലിക്ക് പോയാലും എവിടെ പോയാലും അവർക്ക് പണത്തെക്കുറിച്ച് എങ്ങനെ സമ്പത്ത് വർദ്ധിപ്പിക്കാം എന്ന ചിന്തയാണ്. അപ്പോൾ അവരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം സമ്പത്തിനാണ് മുൻഗണന. ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ചില സൗഹൃദങ്ങൾക്കാണ് മുൻഗണന കൊടുക്കുക. അവരെപ്പോഴും എവിടെ ചെന്നാലും സുഹൃത്തുക്കളെ വിളിക്കും, സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കും, ചാറ്റ് ചെയ്യും. സുഹൃത്തുക്കളെ എപ്പോഴും ജീവിതത്തിൽ എപ്പോഴും സൗഹൃദങ്ങൾക്ക്, ഫ്രണ്ട്ഷിപ്പിന് മുൻഗണന കൊടുത്ത് ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. ചില ആളുകളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ അവർക്ക് മദ്യം, ലഹരി വസ്തുക്കൾ, അതിനാണ് അവർ മുൻഗണന കൊടുക്കുന്നത്. അവർ എവിടെ പോയാലും അല്പം കുടിക്കാൻ കിട്ടുമോ എന്നിങ്ങനെ ആലോചിച്ച് അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. എവിടെ പോയാലും, ഒരു കല്യാണ വീട്ടിൽ പോയാലും, ഒരു പെരുന്നാളിന് പോയാലും, ഒരു മാമോദീസ നടക്കുന്നിടത്ത് പോയാലും അല്പം കുടിക്കാൻ, മദ്യപിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ച് അതിന് മുൻഗണന കൊടുത്ത് ജീവിക്കുന്ന ചില മനുഷ്യരുണ്ട്. ചില ആളുകളെ നമ്മൾ നോക്കിയാൽ അവർ സെക്സിന് മുൻഗണന കൊടുത്ത് ജീവിക്കുന്നവർ. എവിടെ പോയാലും, ഒരു ബസ്സിൽ യാത്ര ചെയ്താലും, കാറിൽ യാത്ര ചെയ്താലും, ഒരു സിനിമ കണ്ടാലും, വാട്സാപ്പിൽ കയറിയാലും, ഫേസ്ബുക്കിൽ കയറിയാലും എന്തെങ്കിലും തങ്ങൾക്ക് കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്ക് അതാണ് മുൻഗണന. അവർ സെക്സിന് മുൻഗണന കൊടുത്ത് ജീവിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഈ ലോക ജീവിതത്തിൽ ചില ആളുകളെ നമ്മൾ നോക്കിയാൽ അവർ അധികാരത്തിന് മുൻഗണന കൊടുത്ത് ജീവിക്കുന്നതാണ്. എന്ത് ചെയ്തും, ആരെ വഞ്ചിച്ചും, എന്ത് ചെയ്തും അക്രമവും ചെയ്ത് അധികാരം കിട്ടണമെന്ന് ചിന്തിക്കുന്ന ചില മനുഷ്യരുണ്ട്. സ്നേഹമുള്ളവർ, മനുഷ്യൻ്റെ ജീവിതങ്ങളെക്കുറിച്ച് ഇങ്ങനെ നമ്മൾ നോക്കിയാൽ പല വിധത്തിലുള്ള മുൻഗണനകളാണ് ഓരോരുത്തരുടെ ജീവിതത്തിൽ. ചില ആളുകൾ, ചില യുവതി യുവാക്കളൊക്കെ അവർ സിനിമയ്ക്ക് മുൻഗണന കൊടുത്ത് ജീവിക്കുന്നവരുണ്ട്. എന്ത് ത്യാഗവും സഹിച്ച് പുതിയ സിനിമകൾ കാണുകയും അതിനുവേണ്ടി ജീവിക്കുകയൊക്കെ ചെയ്യുന്ന മനുഷ്യരുണ്ട്. സ്നേഹമുള്ളവരെ, ഓരോ വ്യക്തിയും പല വിധത്തിൽ ഈ മുൻഗണന കൊടുക്കുമ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തി ഒരു കാര്യത്തിന് മുൻഗണന കൊടുക്കുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിൽ മുൻഗണന കൊടുക്കുന്നു? വാസ്തവത്തിൽ ഒരു വ്യക്തി മുൻഗണന കൊടുക്കുന്നത് ആ വ്യക്തി ഒരു കാര്യത്തിൻ്റെ മൂല്യം തിരിച്ചറിയുന്നതനുസരിച്ചാണ്, വാല്യൂ തിരിച്ചറിയുന്നതനുസരിച്ചാണ് മുൻഗണന കൊടുക്കുന്നത്. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ, അയാളുടെ ജീവിതത്തിൽ എന്തിനാണോ കൂടുതൽ മൂല്യം കൽപ്പിക്കുന്നത്, വില തിരിച്ചറിഞ്ഞിട്ടുള്ളത്, അതിനാണ് മുൻഗണന കൽപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് മുൻഗണന കൊടുത്ത് ജീവിക്കുന്ന കുറേ മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. അവർ ദൈവത്തിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞവരാണ്. എന്നാൽ സൗഹൃദങ്ങൾക്ക് മുൻഗണന കൊടുത്ത് ജീവിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും വലുത്. ചില മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സമ്പത്തിന് മുൻഗണന കൊടുത്ത് ജീവിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ വലുതില്ല, സമ്പത്തുണ്ടെങ്കിൽ എല്ലാം ആയി എന്ന് ചിന്തിക്കുന്നവരാണ്. ചില ആളുകൾ ഇങ്ങനെ ലഹരി വസ്തുക്കൾ, മദ്യത്തിന് അവരെ സംബന്ധിച്ചിടത്തോളം അതാണ് വലുത്. ചിലരെ സംബന്ധിച്ചുള്ള സെക്സ്, അവരെ സംബന്ധിച്ചിടത്തോളം അതാണ് വലുത്. പക്ഷേ നമ്മൾ ശരിയായ ഈ ജീവിതത്തിൽ ഏറ്റവും വിലയുള്ളത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിതം നയിച്ചാലേ നമുക്ക് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനും ഈ ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്താനും സാധിക്കുകയുള്ളൂ. ശരിയായ മൂല്യം എന്തിനാണ്, ശരിയായ വാല്യൂ എന്തിനാണെന്ന് തിരിച്ചറിഞ്ഞ് ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്നവർക്കാണ് അവരുടെ ജീവിത വഴികളിൽ അവർ മുമ്പോട്ട് പോകുമ്പോൾ സന്തോഷമുള്ളവരായിരിക്കാനും കഴിഞ്ഞ നാളുകളെക്കുറിച്ച് സംതൃപ്തിയോടുകൂടെ ജീവിതത്തെ കാണാനും സാധിക്കുന്നത്. ഇങ്ങനെ അവർക്ക് വാല്യൂ, മൂല്യം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ സാധിക്കുന്നവർക്കാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ മുൻഗണനാ ക്രമങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഈ ലോകത്തിലുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ നമ്മൾ കാണും. ചില രാജ്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോയാൽ
ചില സ്ഥലങ്ങളിലേക്കൊക്കെ പോയാൽ ദൈവത്തെക്കുറിച്ചോ ചിന്ത പോലും ഇല്ലാതെ ഞായറാഴ്ച ദിവസം പോലും ദേവാലയത്തിൽ പോകാതെ മറ്റുള്ള ക്ലബ്ബുകളിലും പാർട്ടികളിലും മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന കുറേ മനുഷ്യരൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ദൈവത്തിൻ്റെ മൂല്യം എന്താണെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടില്ല. അവർക്ക് മൂല്യം കൂടുതൽ അവർ കൊടുക്കുന്നത് ലോകത്തിനും ലോകമോഹങ്ങൾക്കാണ്. അപ്പോൾ മൂല്യം തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പുസ്തകം വായിച്ചപ്പോൾ അതിൽ വളരെ പ്രശസ്തനായിട്ടുള്ളൊരു ശാസ്ത്രജ്ഞനെക്കുറിച്ച് വായിക്കാൻ ഇടവന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ അലക്സിസ് കാരൽ എന്നാണ്. അദ്ദേഹം ഒത്തിരിയേറെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള അതിബുദ്ധിമാനായിട്ടുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർ അലക്സിസ് കാരൽ. അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലോകപ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ് മാൻ ദി അൺനോൺ, അജ്ഞാതനായ മനുഷ്യൻ എന്ന അദ്ദേഹത്തിൻ്റെ കൃതിക്ക് നൊബേൽ സമ്മാനം കിട്ടുകയും മനുഷ്യനെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രീയമായ പഠനമാണ്, മനുഷ്യനെക്കുറിച്ചുള്ള ഏറെ ഗഹനമായ കാര്യങ്ങളും പഠനങ്ങളുമാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഡോക്ടർ അലക്സിസ് കാരൽ. ആ പുസ്തകത്തിന് എത്ര മനോഹരവും അതിൽ എഴുതിയിരിക്കുന്ന അറിവുകൾ വളരെ ആഴമുള്ളതായതുകൊണ്ടാണ് ആ പുസ്തകത്തിന് നൊബേൽ സമ്മാനം കിട്ടുവാൻ വരെ ഇടവന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഡോക്ടർ അലക്സിസ് കാരൽ ദൈവവിശ്വാസമുള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചു വളർന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ അറിവുകൾ വർദ്ധിച്ചതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ അറിവും ഡിഗ്രിയും ഒക്കെ പ്രശസ്തിയും വർദ്ധിച്ചതനുസരിച്ച് അദ്ദേഹം ദൈവത്തിൽ നിന്ന് അകലാൻ തുടങ്ങി. ദൈവത്തിൻ്റെ അസ്തിത്വത്തിൽ തന്നെ അദ്ദേഹത്തിന് സംശയമായി. ദൈവമുണ്ടോ എന്നുവരെ അദ്ദേഹത്തിന് സംശയമായി. അതുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കാറില്ല, ദേവാലയത്തിൽ പോകാറില്ല. അങ്ങനെ അദ്ദേഹം ഒരു ജീവിതം നയിക്കുക. അങ്ങനെ അദ്ദേഹം മുമ്പോട്ട് പോകുമ്പോഴാണ് അദ്ദേഹം ലൂർദിൽ നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് വായിക്കാനും കേൾക്കാനിട വന്നു. അപ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തെ പോലെ തന്നെയുള്ള ചില ഡോക്ടേഴ്സ് ലൂർദിൽ നടക്കുന്ന ചില അത്ഭുതങ്ങളൊക്കെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം വായിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ദൈവമേ, ഈ ഡോക്ടേഴ്സൊക്കെ എന്ത് മണ്ടത്തരമാണ് കാണിക്കുന്നത്, ഇതുപോലെയുള്ള സൗഖ്യങ്ങളൊന്നും സംഭവിക്കുകയില്ല, അങ്ങനെയൊന്നും ദൈവം ആരെയും സുഖപ്പെടുത്തുന്നുമില്ല, അതൊക്കെ വലിയ തട്ടിപ്പാണ്, അതൊക്കെ മനുഷ്യൻ്റെ തോന്നലാണ്, ഇതൊക്കെ എങ്ങനെയെങ്കിലും മനുഷ്യനെ ബോധ്യപ്പെടുത്തണം, അതേക്കുറിച്ചൊരു പുസ്തകം എഴുതണം എന്നൊരു ചിന്തയൊക്കെ ഇദ്ദേഹത്തിന് വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു, ഈ ഡോക്ടർ അലക്സിസ് കാരലിന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ അദ്ദേഹത്തിന് പാരീസിൽ നിന്നും ലൂർദിലേക്ക് പോകുന്ന ഒരു ട്രെയിനിൽ രോഗികൾ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. ആ രോഗികളുടെ കൂടെ യാത്ര ചെയ്യാനുള്ളൊരു അവസരം അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ അപേക്ഷ പ്രകാരം അദ്ദേഹം പോവുകയാണ്. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, നല്ല കാര്യമാണ്, ലൂർദിൽ ചെല്ലാം, അവിടെ നടക്കുന്ന കാര്യങ്ങൾ, അവിടെ എന്തൊക്കെ തട്ടിപ്പാണുള്ളത് എല്ലാം ഒന്ന് കണ്ടുപിടിക്കാം. അങ്ങനെ ഇതേക്കുറിച്ചൊരു നല്ലൊരു ശാസ്ത്രീയമായ പഠനം നടത്തി ഇങ്ങനെ തെറ്റിദ്ധാരണയിൽ കഴിയുന്ന മനുഷ്യർക്ക് ശരിയായ അറിവ് കൊടുക്കാം എന്ന ചിന്തയോടുകൂടെ ഈ ഡോക്ടർ അലക്സിസ് കാരൽ ആ ട്രെയിൻ യാത്രയ്ക്ക് പോവുകയാണ്. അങ്ങനെ ആ ട്രെയിൻ യാത്രയിൽ അദ്ദേഹം ശ്രദ്ധിച്ചപ്പോൾ 3-4 കമ്പാർട്ട്മെൻറ്റ്സ് നിറയെ രോഗികളാണ്. അവരിങ്ങനെ ലൂർദിലേക്ക് പോവുകയാണ്. ആ ട്രെയിനിൻ്റെ 3-4 കമ്പാർട്ട്മെൻറ്റുകളിൽ എപ്പോഴും ഈ മാരകമായ രോഗം ബാധിച്ചവരൊക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അരികിലേക്ക് പോവുക, ലൂർദിലേക്ക് പോവുക, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചവർ പോവുക. അപ്പോൾ ഈ മനുഷ്യന്, ഈ ഡോക്ടർ അലക്സിസ് കാരലിന് വളരെ അതിശയം തോന്നി. ഈ മാരക രോഗികളൊക്കെ കിടന്നുറങ്ങുകയോ റെസ്റ്റ് എടുക്കുകയോ ചെയ്യാതെ ഈ പ്രാർത്ഥിച്ചു പോകുന്നത് കണ്ട് അദ്ദേഹത്തിന് വലിയ അതിശയമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഈ ട്രെയിൻ യാത്രയിൽ ചില മാരക രോഗം ബാധിച്ചവർക്ക് ചികിത്സ ആവശ്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കായിട്ട് അദ്ദേഹം ചികിത്സിക്കുവാൻ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുക്കുവാൻ കടന്നു ചെന്നപ്പോൾ പരിചയപ്പെട്ടൊരു പെൺകുട്ടിയാണ് മേരി ഫറൻറ്റ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി മാരകമായ ക്ഷയരോഗം ബാധിച്ചവളാണ്. അവളെ വൈദ്യശാസ്ത്രം കൈവെടിഞ്ഞു. അവളുടെ ശരീരം മുഴുവനും വേദനയും അസ്വസ്ഥതയുമാണ്. ആ കുട്ടി കിടന്ന് വാവിട്ട് കരയുകയാണ്. അവളുടെ സങ്കടവും വേദനയും അസ്വസ്ഥതകളൊക്കെ കണ്ട ഡോക്ടർ അലക്സിസ് കാരൽ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ഈ പെൺകുട്ടിയെ വീട്ടിൽ കിടന്ന് സ്വസ്ഥമായിട്ട് അനുവദിക്കാതെ ഇങ്ങനെ ട്രെയിനിൽ കയറ്റി ലൂർദിലേക്ക് കൊണ്ടുപോകുന്ന എത്ര കഷ്ടം, എത്ര ക്രൂരമായിട്ടാണ് ഈ പെൺകുട്ടിയോട് പെരുമാറുന്നതെന്നല്ല അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹം അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോട് ഇങ്ങനെ പറഞ്ഞു, ഇതുപോലെയുള്ള ഒരു പെൺകുട്ടിക്ക് മാരകരോഗം ബാധിച്ചൊരു വ്യക്തി ലൂർദിൽ പോയി സുഖപ്പെടുന്നത് കണ്ടാൽ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കാം, പരിശുദ്ധ അമ്മയിൽ വിശ്വസിക്കാമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. കാരണം അസാധ്യമായ ഒരു കാര്യമാണെന്ന് അദ്ദേഹം അത് ചിന്തിച്ചിരുന്നു. ഈ പെൺകുട്ടിക്ക് പലപ്പോഴും മോർഫിൻ ഇഞ്ചക്ഷൻ മാത്രമാണ് കൊടുക്കുന്നത്, വേറെ മരുന്നുകളൊന്നും അവൾക്ക് ചെയ്യാനില്ല. വേദന സംഹാരിയായ മോർഫിൻ ഇഞ്ചക്ഷനാണ് കൊടുക്കുക.
അപ്പോൾ ഇദ്ദേഹം ചെല്ലും, ഇദ്ദേഹം ഈ ഇഞ്ചക്ഷൻ കൊടുക്കും. അതിനിടയിൽ വളരെ ഈ അറിവുകൾക്ക് വേണ്ടി ദാഹിച്ചിരുന്ന ഈ അലക്സിസ് കാരൽ വളരെ തന്ത്രപരമായിട്ട് ആ ട്രെയിനിൽ കണ്ടുമുട്ടുന്ന ഓരോ രോഗികളുടെയും മെഡിക്കൽ ഹിസ്റ്ററി, അവർക്ക് എന്ന് രോഗം വന്നു, എന്തൊക്കെ ചികിത്സകൾ ചെയ്തു, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഇതെല്ലാം അദ്ദേഹം അവരിൽ നിന്ന് ശേഖരിക്കുന്നുണ്ടായിരുന്നു. എന്തിനാണെന്ന് വച്ചാൽ ലൂർദിൽ ചെന്നതിന് ശേഷം അവിടെ ചെന്ന് ഒന്നും സംഭവിക്കാതെ ഈ മനുഷ്യർ തിരിച്ചു പോകുമ്പോൾ അതേക്കുറിച്ചൊക്കെ എഴുതി ഒരു പുസ്തകം എഴുതി ലൂർദിൽ നടക്കുന്ന കാര്യങ്ങൾ തട്ടിപ്പാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടെയായിരുന്നു അദ്ദേഹം ഇതെല്ലാം ചെയ്തിരുന്നു. അങ്ങനെ അദ്ദേഹം ഇതൊക്കെ ചെയ്തു. അങ്ങനെ ഈ ട്രെയിൻ യാത്ര അവസാനം ലൂർദിലെത്തി. അവിടെ ചെന്നു. അവിടെ അവർ ലൂർദിലെ രോഗികളൊക്കെ ചെല്ലുമ്പോൾ അവർ ചികിത്സിക്കാൻ ഒരു ആശുപത്രിയുണ്ട്. ആ ആശുപത്രിയിൽ ഏതാനും കുറച്ച് കാര്യങ്ങളൊക്കെ ആ പെൺകുട്ടിക്ക് കൊടുത്തു. അതിനുശേഷം അവിടെ മാതാവിൻ്റെ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കുമ്പോൾ പലർക്കും സൗഖ്യം കിട്ടാറുണ്ട്. ഈ ഡോക്ടർ ഈ പെൺകുട്ടിയുടെ പുറകെയാണ്, ഈ പെൺകുട്ടിയെ കൊണ്ടുപോകുന്നവരുടെ പുറകെയാണ്. അവിടെ കുളത്തിൽ ചെന്ന് ഇവളുടെ ശരീരത്തിൽ വെള്ളമൊക്കെ ഒഴിച്ചെങ്കിലും യാതൊരു മാറ്റവും കണ്ടില്ല. അദ്ദേഹം അപ്പോൾ തന്നെ ഉള്ളിൽ ചിന്തിച്ചു, ഊറിച്ചിരിച്ചു, ദൈവമേ ഇതൊക്കെ തട്ടിപ്പാണെന്നുള്ളതിൻ്റെ തെളിവ് ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ അതിനുശേഷം വീണ്ടും ആ പെൺകുട്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം അവിടെ നിന്ന് വീണ്ടും പരിശുദ്ധ കുർബാനയുടെ ആരാധന നടക്കുന്ന മാതാവിൻ്റെ ഒരു ഗ്രോട്ടോയുടെ അരികിൽ ഈ മകളെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഈ മേരി ഫെറൻറ്റിനെ അവിടെ കൊണ്ടുപോയി കുറച്ച് നേരം അവിടെ കിടത്തി. അവിടെ വെച്ച് ഇങ്ങനെ പ്രാർത്ഥനകളൊക്കെ നടക്കുമ്പോൾ ഈ ഡോക്ടർ സസൂക്ഷ്മം ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുക, എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന്. അങ്ങനെ ഈ പെൺകുട്ടി അവിടെ കിടക്കുന്നു. മാതാവിൻ്റെ ഗ്രോട്ടോയുടെ അരികിൽ പരിശുദ്ധ കുർബാനയുടെ ഒരു ആരാധനയുടെ അവിടെ ഉണ്ട്. ആ സമയത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായ ഒരു കാഴ്ച ഈ ഡോക്ടർ കാണുകയാണ്. ഈ മേരി ഫെറൻറ്റ് എന്ന് പറയുന്ന ഈ മാരകരോഗം ബാധിച്ച് മരണം കാത്തിരുന്ന ആ പെൺകുട്ടിയുടെ കണ്ണുകൾ പ്രകാശിക്കുകയും അവൾ അത്ഭുതകരമായി അവളുടെ ശരീരത്തിന് ശക്തി ലഭിക്കുകയും അവൾ ആരോഗ്യത്തിലേക്ക് കടന്നു വരികയും അവൾ പൂർണ്ണ സൗഖ്യത്തിലേക്ക് കടന്നു വരികയുമാണ്. അവിടെ വെച്ച് ഈ ഡോക്ടർ അലക്സിസ് കാരലിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഈ ലോകം മുഴുവനും തലകീഴായി മറിയുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. അവസാനം അദ്ദേഹം തൻ്റെ ബുദ്ധി അടിയറ വച്ച് ലൂർദിൽ വെച്ച് പ്രഖ്യാപിച്ചു, ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൂർദിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം അത് വെച്ച് ഏറ്റുപറഞ്ഞു. സ്നേഹമുള്ളവരെ, അതിനുശേഷം ഈ പ്രശസ്തനായ ഡോക്ടർ അലക്സിസ് കാരൽ എഴുതിയ മനോഹരമായ പുസ്തകമാണ് ജേർണി ടു ലൂർദിലേക്കുള്ള യാത്ര. വളരെ മനോഹരമായ പുസ്തകത്തിൽ അദ്ദേഹം തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന അവിശ്വാസവും തുടർന്ന് ലൂർദിൽ വെച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ കണ്ട അത്ഭുതങ്ങളും അതേക്കുറിച്ചൊക്കെ അദ്ദേഹം മനോഹരമായിട്ട് വിവരിച്ചിട്ടുണ്ട്. ഈ മനോഹരമായ പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷ നമുക്ക് ലഭ്യമാണ്. ആ മലയാള പരിഭാഷ എഴുതിയിരിക്കുന്നത് അടപ്പൂരച്ചനാണ്. ഈശോ സഭാംഗമായ അടപ്പൂരച്ചനാണ് അതിൻ്റെ മലയാള പരിഭാഷ എഴുതിയിരിക്കുന്നത്. ആ പുസ്തകത്തിൻ്റെ പേര് ലൂർദിലെ ദിവ്യാത്ഭുതം, സത്യമോ മിഥ്യയോ, അതാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകം മലയാളത്തിൽ ഇറങ്ങി ഏതാനും നാളുകൾക്കുള്ളിൽ അത് വിറ്റ് തീർന്നു. രണ്ടാമതായിട്ട് അത് പുറത്തിറങ്ങിയ സമയത്ത് അടപ്പൂരച്ചൻ അതിന് ആമുഖം എഴുതിച്ചിരിക്കുന്നത് പ്രശസ്തനായിട്ടുള്ള പ്രൊഫസർ സുകുമാർ അഴീക്കോടിനെ കൊണ്ടാണ്. ഈ പ്രൊഫസർ സുകുമാർ അഴീക്കോടിനെ കുറിച്ച് നമുക്കറിയാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് വിശ്വസിക്കുകയോ ഇല്ല എന്ന് മാത്രമല്ല അതിനെ വിമർശിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹം ആമുഖത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: വർഷങ്ങളായിട്ട് എനിക്ക് ഈ ഡോക്ടർ അലക്സിസ് കാരൽ ആരാണെന്ന് എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ അറിവുകൾ എത്ര വലുതാണെന്ന് എനിക്കറിയാം. ഞാൻ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വാങ്ങി വായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മാൻ ദി അൺനോൺ, അജ്ഞാതനായ മനുഷ്യൻ എന്ന പുസ്തകം ഞാൻ കേരളത്തിൽ വില കൊടുത്ത് വാങ്ങി വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അറിവുകൾ, അപാരമായ അറിവും ജ്ഞാനവുമുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ അലക്സിസ് കാരൽ. അദ്ദേഹത്തെ പോലെ ഇത്രയും അറിവുള്ള ഒരു വ്യക്തി എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്നെ അതിശയിപ്പിക്കുന്നു. തീർച്ചയായും അസാധാരണമായ കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ് സുകുമാർ അഴീക്കോട് ആ പുസ്തകത്തിൽ ആമുഖം എഴുതിയിരിക്കുന്നത്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പിന്നീട് വലിയ മാറ്റം വരിക, ഈ ഡോക്ടർ അലക്സിസ് കാരലിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരിക. അന്നുവരെ പഠനങ്ങൾക്കും വായനയ്ക്കും ഭൗതികമായ ജീവിതത്തിനും മുൻഗണന കൊടുത്ത് ജീവിച്ചിരുന്ന ഈ ഡോക്ടർ അലക്സിസ് കാരലിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വന്നു. പിന്നീട് അദ്ദേഹത്തെ ഏറെ നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകൾ പുറത്തു വന്നപ്പോൾ ആ ഡയറി കുറിപ്പുകൾ അദ്ദേഹം എഴുതിയ ഒരു സെൻറ്റൻസ് ഒരു പുസ്തകത്തിൽ വായിച്ച് എന്നെ സ്പർശിച്ചു. അദ്ദേഹം ആ ഡയറി കുറിപ്പിൽ എഴുതിയിരിക്കുകയാണ്: ദൈവമേ, ഈ ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവാണ് എനിക്കുള്ളത്.
ദൈവമേ, ഈ ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവാണ് എനിക്കുള്ളത്. ദൈവമേ, എന്തെല്ലാം പുസ്തകങ്ങളാണ് ഞാൻ എഴുതിയിട്ടുള്ളത്, എത്ര പുസ്തകങ്ങളാണ് ഞാൻ വായിച്ചിട്ടുള്ളത്, എന്തുമാത്രം കാര്യങ്ങളാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ദൈവമേ, എൻ്റെ ജീവിതത്തിന് ഏറ്റവും ഉപകാരമുള്ള നിന്നെക്കുറിച്ചുള്ള അറിവ് നേടാൻ ഞാൻ വേണ്ടത്ര സമയം മാറ്റിവെച്ചില്ലല്ലോ. ദൈവമേ, എൻ്റെ ജീവിതത്തിന് ഏറ്റവും ഉപകാരമുള്ള നിന്നെക്കുറിച്ചുള്ള അറിവ് നേടാൻ ഞാൻ വേണ്ടത്ര സമയം മാറ്റിവെച്ചില്ലല്ലോ. ദൈവമേ, നീ എന്നോട് ക്ഷമിക്കുക, നീ എന്നെ ശിക്ഷിക്കരുത്, നീ എന്നോട് പൊറുക്കണം. സ്നേഹമുള്ളവരെ, ഇത്രയും ബുദ്ധിമാനായ ഈ ഡോക്ടർ അലക്സിസ് കാരൽ അദ്ദേഹത്തിൻ്റെ അറിവുകളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തെക്കുറിച്ച്, നോബൽ സമ്മാനം കിട്ടിയ ഈ മനുഷ്യനെക്കുറിച്ച് അറിയണമെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് പരിചയമുള്ളവർ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്താൽ നിങ്ങൾക്കറിയാം ഈ ഡോക്ടർ അലക്സിസ് കാരൽ എന്ന മനുഷ്യൻ ആരാണെന്നും അദ്ദേഹത്തിൻ്റെ അറിവുകൾ എന്താണെന്നും ഈ ശാസ്ത്രജ്ഞൻ എത്ര പ്രസിദ്ധനാണെന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ പ്രസിദ്ധനായ, ലോകം കണ്ട ഇത്രയും പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ തൻ്റെ ഡയറിക്കുറിപ്പിൽ എഴുതി വച്ചിരിക്കുക, ദൈവമേ, എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവാണ് എനിക്കുള്ളത്, എന്തെല്ലാം പുസ്തകങ്ങളാണ് ഞാൻ വായിച്ചിട്ടുള്ളത്, എത്ര കണ്ടുപിടുത്തങ്ങളാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. പക്ഷേ എൻ്റെ ജീവിതത്തിന് ഏറ്റവും ഉപകാരമുള്ള നിന്നെക്കുറിച്ചുള്ള അറിവ് വേണ്ടതുപോലെ നേടാൻ വേണ്ടത്ര സമയം ഞാൻ മാറ്റിവെച്ചില്ലല്ലോ. ദൈവമേ, നീ എന്നോട് ക്ഷമിക്കുക, എനിക്ക് മാപ്പ് തരിക, നീ എന്നെ രക്ഷിക്കണം. സ്നേഹമുള്ളവരെ, ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, ഈ ജീവിതത്തിന് ശേഷം, ഈ ജീവിതത്തിനും മരണത്തിനും ശേഷം വേറൊരു ജീവിതമുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പ്രശസ്തനായ ഈ ശാസ്ത്രജ്ഞൻ ഡോക്ടർ അലക്സിസ് കാരൽ പിന്നീടുള്ള തൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിക്കാൻ തുടങ്ങി. ആത്മീയ കാര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിക്കാൻ തുടങ്ങി. ബൈബിൾ പഠനത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിക്കാൻ തുടങ്ങി. സ്നേഹമുള്ളവരെ, ഇതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിൻ്റെ മൂല്യം തിരിച്ചറിയുമ്പോൾ വരുന്ന മാറ്റം. ദൈവത്തിൻ്റെ മൂല്യം തിരിച്ചറിയുമ്പോൾ, ദൈവം ആരാണെന്ന് തിരിച്ചറിയുമ്പോൾ, ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം ഇതാണ്. ആരെങ്കിലും ഈ ലോകത്തിൽ സമ്പത്തിന് മുൻഗണന കൊടുത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്കിതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല ദൈവത്തിൻ്റെ ശക്തി എന്താണ്, ദൈവത്തിൻ്റെ മൂല്യം എന്താണെന്ന്. ഒരു സമ്പന്നനായ മനുഷ്യനെക്കുറിച്ച് നമുക്കറിയാമല്ലോ, പ്രഭുകുമാരനായിരുന്നല്ലോ ഫ്രാൻസിസ് അസീസി. സ്നേഹമുള്ളവരെ, തൻ്റെ കുടുംബത്തിലുള്ള സമ്പത്തിനേക്കാൾ, പ്രഭു പദവിയേക്കാൾ ഉന്നതമായ വിലയുള്ള ദൈവമുണ്ടെന്ന് മനസ്സിലാക്കിയ ഈ പ്രഭുകുമാരൻ എല്ലാം വിട്ടെറിഞ്ഞ് യേശുവിൻ്റെ പിന്നാലെ പോയി ഒരു ദരിദ്ര ജീവിതം നയിച്ചത് സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ വില തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. യേശുവിൻ്റെ വില തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. സ്നേഹമുള്ളവരെ, അപ്പോൾ ഈ ലോക ജീവിതത്തിൽ ദൈവത്തിന് മുൻഗണന കൊടുത്ത് ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം സത്യം തിരിച്ചറിയാൻ ഇതുവരെ എൻ്റെ കണ്ണ് തുറന്നു കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഈ ലോകത്തിൽ എനിക്ക് ദൈവത്തിന് മുൻഗണന കൊടുത്ത് ജീവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ഇതുവരെ ഞാൻ സത്യം തിരിച്ചറിഞ്ഞിട്ടില്ല. ഞാൻ സമ്പത്തിനാണ് മുൻഗണന കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതുവരെ ഞാൻ സത്യം തിരിച്ചറിഞ്ഞിട്ടില്ല. ഞാൻ ലഹരി വസ്തുക്കൾക്കാണ് മുൻഗണന കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതുവരെ ഞാൻ സത്യം തിരിച്ചറിഞ്ഞിട്ടില്ല. ഞാൻ സെക്സിനാണ് മുൻഗണന കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതുവരെ ഞാൻ സത്യം തിരിച്ചറിഞ്ഞിട്ടില്ല. ഞാൻ അധികാരത്തിനാണ് മുൻഗണന കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ ഇതുവരെ ദൈവത്തിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞിട്ടില്ല. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞവർക്ക് മാത്രമേ, ആത്മീയ കാര്യങ്ങളുടെ മൂല്യം തിരിച്ചറിഞ്ഞവർക്ക് മാത്രമേ ദൈവത്തിന് മുൻഗണന കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ, അങ്ങനെ ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ദൈവം മനുഷ്യ മക്കളിൽ നിന്ന് പരിശോധിക്കുന്ന ഒരു വലിയ കാര്യമാണ്, എന്തിന് മുൻഗണന കൊടുത്താണ് എൻ്റെ മകൾ, എൻ്റെ മകൻ ഈ ലോക ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നത്. ജീവിതത്തിൻ്റെ അവസാനം ഒരുപക്ഷെ ദൈവം ഒരാൾക്ക് വിലയിടുമ്പോൾ ദൈവം നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, എന്തിന് മുൻഗണന കൊടുത്താണ് എൻ്റെ മകൾ ജീവിച്ചത്, എന്തിന് മുൻഗണന കൊടുത്താണ് എൻ്റെ ഈ മകൻ ജീവിച്ചത്. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വില തിരിച്ചറിഞ്ഞ്, ദൈവത്തിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞ്, ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകി, ദൈവത്തിന് ജീവിതത്തിൽ ഏറ്റവും പ്രഥമ സ്ഥാനം നൽകി ജീവിക്കുവാനുള്ള കൃപയ്ക്കും അഭിഷേകത്തിനും വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അല്പസമയം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, കർത്താവ് മർത്തായുടെയും മറിയത്തിൻ്റെയും ഭവനത്തിലേക്ക് കടന്നു ചെന്നു.
ഈശോ മർത്തായെ കുറ്റപ്പെടുത്തി. കാരണം മുൻഗണന കൊടുക്കേണ്ടതിന് മുൻഗണന കൊടുക്കാൻ അവൾക്ക് സാധിച്ചില്ല. അവൾ മറ്റ് ജോലികൾക്കും കുടുംബത്തിലെ മറ്റ് കാര്യങ്ങൾക്കും മുൻഗണന കൊടുത്ത് ഓടിച്ചാടി നടന്നു. എന്നാൽ മറിയം ഈശോയുടെ വില തിരിച്ചറിഞ്ഞ്, അവൻ്റെ വാക്കുകളുടെ വില തിരിച്ചറിഞ്ഞ്, അവൻ്റെ അരികിലിരുന്ന് അവൻ്റെ വാക്കുകൾ കേട്ട് ഏറ്റവും വലുത്, ഏറ്റവും നല്ലത് അവൾ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ഈശോ അവളെക്കുറിച്ച് നല്ലത് പറഞ്ഞു. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് ഒരിക്കലും എടുക്കപ്പെടുകയില്ല. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊരാത്മശോധന ചെയ്യാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തിനാണ് മുൻഗണന കൊടുക്കുന്നത്? എൻ്റെ ഈശോയ്ക്കാണോ, എൻ്റെ ദൈവത്തിനാണോ, അതോ ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്കാണോ, സമ്പത്തിനാണോ, ജഡിക സന്തോഷങ്ങൾക്കാണോ, ലഹരി വസ്തുക്കൾക്കാണോ, അധികാരത്തിനാണോ, സൗഹൃദങ്ങൾക്കാണോ, എൻ്റെ പഠിപ്പിനും അറിവിനുമാണോ? എന്തിനാണ് ഞാൻ മുൻഗണന കൊടുത്ത് ജീവിക്കുന്നത്? മുൻഗണന കൊടുക്കേണ്ടതിന് മുൻഗണന കൊടുത്ത് ജീവിക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ ഒരു ദിവസം തീർച്ചയായിട്ടും നമ്മൾ ദുഃഖിക്കേണ്ടി വരും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈശോയെ, ദൈവത്തിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞ്, ദൈവകൃപയുടെ മൂല്യം തിരിച്ചറിഞ്ഞ്, ദൈവത്തിന് മുൻഗണന കൊടുത്ത് ജീവിക്കുവാനുള്ളൊരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. മുംബൈ താബോർ ധ്യാന കേന്ദ്രത്തിൽ നിന്നും എല്ലാ പ്രാർത്ഥനാശംസകളും ഉണർവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കും നേരുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ദൈവത്തിന് മുൻഗണന കൊടുത്ത് ജീവിക്കാനുള്ള കൃപ നിങ്ങൾക്കെല്ലാവർക്കും ഈശോ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ വേഗം വരണേ, പരിശുദ്ധാത്മാവേ എന്നിൽ വരണേ, പരിശുദ്ധാത്മാവേ വേഗം വരണേ, പരിശുദ്ധാത്മാവേ എന്നിൽ വരണേ. ആരാധിക്കുന്നു